ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ മുമ്പാകെ വചനവുമായി എടുത്തു വരുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഫിലിപ്പിയ ലേഖനമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഫിലിപ്പിയർക്കുള്ള എഴുതിയതായ ലേഖനം 1 മുതലുള്ളതായ അധ്യായങ്ങൾ കഴിയുന്നത് പോലെ 1-2 എപ്പിസോഡിൽ ഒതുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് വലിയ വിശാലമായൊരു പഠനമല്ല, എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ തൊട്ടതും എന്നോട് സംസാരിച്ചതുമായ ദൈവികമായ വചനത്തിൻ്റെ മൂല്യമാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. പുസ്തകത്തിലേക്ക് കിടക്കുന്നതിന് മുൻപേ അല്ലെങ്കിൽ ആരംഭിക്കുന്നതിന് മുൻപേ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോകളുടെ അവലോകനം എടുത്തപ്പോൾ വളരെ കുറഞ്ഞ സമയം മാത്രമേ ആൾക്കാർ ഇങ്ങനത്തുള്ള വിഷയങ്ങൾ കാണാറുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാറുള്ളൂ. അപ്പം ഒരു നിമിഷം പ്രാർത്ഥനയോടെ ഇത് ആരംഭിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ അവരുടെ ജീവിതത്തിലേക്ക് പ്രാർത്ഥനയിലൂടെ ഒരുപാട് ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും അനുഭവങ്ങളും നമുക്ക് റിലീസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് പ്രാരംഭമായി തന്നെ പ്രാർത്ഥിക്കുവാൻ ദൈവത്തെ ശരണപ്പെടുന്നത്. ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഇന്ന് പകൽക്കാലം വചന പഠനവുമായി ഞങ്ങൾ അടുത്തു വരുന്നു. ദൈവിക അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പ്രിയ കുടുംബങ്ങളിലേക്ക്, പ്രിയ വ്യക്തികളിലേക്ക് നീ അത് അയച്ച് നിങ്ങളൊന്ന് മാനിക്കണമേ ഞങ്ങൾ ഉപേക്ഷിക്കുന്നപ്പ. നീ അവരെ സഹായിക്കുന്നതിനാൽ സ്തോത്രം. ആവശ്യമായിരിക്കുന്ന വഴികളെല്ലാം തുറന്ന് ഇന്ന് വഴി നടത്തുന്നതിനായ സ്തോത്രം. ഫിലിപ്പിയ ലേഖനം അവൻ കർത്താവെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അത് എഴുതിയിരിക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകണം. കർത്താവെ, ആ കുടുംബങ്ങൾ അവരുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുവാനൊക്കെ ഒന്നുകൂടിയായി തരണം. കർത്താവെ, ക്രിസ്തുയേശുവിൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ, അതേ മനോഭാവം തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഇതിലൂടെ അടങ്ങിയിരിക്കുന്ന അവൻ നിർമ്മലതയും നിഷ്കളങ്കതയും അവൻ ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന അതേ മനസാക്ഷിയും അനുഭവങ്ങളും മാത്രമല്ല ക്രിസ്തുയേശു ഞങ്ങളിൽ ആരംഭിച്ചതായ പ്രവൃത്തി, യേശുവിൻ്റെ നാമത്തിൻ്റെതായ മഹത്വം ഒക്കെ പ്രിയ കുടുംബങ്ങളിൽ വെളിപ്പെടുവാനൊക്കെ നമ്മുടെ ആക്കണമേ. അവൻ സങ്കീർത്തനം 91 അധ്യായം 14 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവൻ എന്നോട് പറ്റിയിരിക്കാതെ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും എന്ന് എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പറ്റിയിട്ട് 2 അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന അനുഭവങ്ങളും പ്രിയ കുടുംബങ്ങളിലേക്ക് യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ആ നാമത്തിന് മുമ്പാകെ കീഴടങ്ങാത്തതായ സ്വർലോകത്തിലെയും ഭൂലോകത്തിലെയും അധോലോകത്തിലെയും ഒരു നാമവുമില്ല. ഒരു സാമ്പത്തിക ഞെരുക്കങ്ങളോ ഒരു വിഷയങ്ങളോ ഒരു രോഗങ്ങളും ഒരു പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിന് മുമ്പാകെ കീഴടങ്ങാത്തതില്ല. വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ്, വിശ്വാസത്തിൻ്റെ അതേ സുവിശേഷം മുറുകെ പിടിച്ചുകൊണ്ട്, നീതിയുടെ സുവിശേഷം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുവാനൊക്കെ വേണം. ദൈവം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം ഈ വചന പ്രഭാഷണത്തിൽ അകത്ത് വന്നിരിക്കുന്ന ബൈബിൾ സ്റ്റഡിയിൽ എടുത്തു വന്നിരിക്കുന്ന കുടുംബങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സമസ്ത മേഖലകളിലേക്ക് യേശുവിൻ്റെ നാമത്തെ അയച്ച് അവരെ അനുഗ്രഹിച്ച് മാനിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുനോക്കുകയും സ്വർഗത്തിനെ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും സ്വർഗത്തിനും അഴിഞ്ഞിരിക്കുന്ന എന്ന വചനപ്രകാരം കർത്താവെ, ഭൂമിയിൽ ഇത് കേൾക്കാനും കർത്താവെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ നടക്കുന്ന വിടുതലുകളെയും അത്ഭുതങ്ങളെയും അവരുടെ ജീവിതത്തിൽ ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു. ഒപ്പം എല്ലാവിധ ശത്രുവിൻ്റെ അനുഭവങ്ങളെയും ഇൻഫ്ലുവൻസുകളെയും കുരുട്ടുകളെയും അതുപോലെ തന്നെ ദൈവികമായ തേജസ് കാണുവാൻ കഴിയാതിരിക്കുന്ന അനുഭവങ്ങളെയും എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുക. സ്വർഗീയമായ വഴികൾ വർഷങ്ങളായി മാസങ്ങളായി തടയപ്പെട്ടിരിക്കുന്ന മേഖലകൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണട്ടെ. അവൻ തുറന്നു വരുവാനിടയായി തരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സകല മാനമുഖത്വം തിരുനാമത്തിൽ അർപ്പിക്കുക. കർത്താവെ, തിരിക്കുന്ന പോലെ എല്ലാ അനുഭവങ്ങളും എല്ലാ ആറ്റിറ്റ്യൂഡും എല്ലാ അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങേ മഹത്വീകരിക്കുന്ന അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് കാണാൻ സഹായിക്കണമേ. പ്രാർത്ഥനയോടെ ഞങ്ങൾ ആരംഭിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോട് കൂടുതൽ സ്തോത്രം. യേശു നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപ തോന്നി കേൾക്കണം. നല്ല പിതാവേ, ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഫിലിപ്പിയ ലേഖനം 1 അധ്യായം അതിൻ്റെ 2 വാക്യത്തിൽ പ്രകാരം വായിക്കും: നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറയുന്ന അനുഭവം. ഏത് പുസ്തകം ആരംഭിക്കുമ്പോഴും പൗലോസ് എഴുത്തുകാരനായിരിക്കുന്ന പൗലോസും പത്രോസും ഒക്കെ ആരംഭിക്കുന്ന അനുഭവങ്ങളാണ് ഇവ എഴുതിയിരിക്കുന്നത്. കൃപയും സമാധാനവും വർദ്ധിക്കേണ്ടത് നമ്മുടെ ഓരോ ക്രിസ്ത്യ ജീവിതത്തിൻ്റെയും ആവശ്യമാണ്. അത് വർദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടാകട്ടെ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ എഫേസ്യ ലേഖനം അതിൻ്റെ 1 അധ്യായം അതിൻ്റെ 3 വാക്യം നമ്മൾ വായിക്കുമ്പോൾ
അവൻ നിങ്ങളിൽ വർദ്ധിച്ചു വരുമാറാകട്ടെ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് മൾട്ടിപ്ലൈഡ് ആയി വരട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എത്രമാത്രം പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുന്നുവോ, എത്രമാത്രം പെർസിക്യൂഷൻസ് നമ്മൾ അനുഭവിക്കുന്നു പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അവൻ ഒരിക്കലും അതൊരു സാമ്പത്തിക ഞെരുക്കമോ അല്ലെങ്കിൽ കടബാധ്യതയോ അല്ലെങ്കിൽ രോഗമോ പ്രയാസമോ ഒന്നുമല്ല. സുവിശേഷം പ്രതികൂലമായ പെർസിക്യൂഷൻസ്, ബുദ്ധിമുട്ടുകൾ, പ്രതികൂലങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഇന്നൊന്നുമില്ല. അവൻ അനുഭവിച്ചതുപോലുള്ള ആ അനുഭവത്തിൽ പ്രതീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ കൃപയും ദൈവികമായ സമാധാനവും അവൻ മൾട്ടിപ്ലൈഡ് ആയി വരണം. അവരുടെ പ്രയാസങ്ങൾ എത്രമാത്രമുണ്ടോ അത്രമാത്രം അത് വർദ്ധിച്ചു വരികയും അവരെ ബലപ്പെടുത്തുകയും ചെയ്തില്ല എങ്കിൽ അവർക്ക് ജീവിക്കാൻ കഴിയുകയില്ല എന്നതാണ് പൗലോസ് ഇവിടെ കുറിക്കാനിടയായത്, അല്ലെങ്കിൽ ആശംസിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ബ്ലസ് ചെയ്യുന്നത്, അവരുടെ ജീവിതത്തിലേക്ക് റിലീസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലും എത്രമാത്രം നമ്മൾ ദൈവത്തിൻ്റെ വചനം പ്രതി നമ്മൾ പ്രതിസന്ധിയിലായിരിക്കുന്നുവോ, ഏതെല്ലാം പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു ക്രിസ്ത്യാനി എന്ന പേരിൽ, അല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പിശാചിൻ്റെ പോരാട്ടങ്ങൾ ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടി ഉണ്ട്. ആ കൃപ മൾട്ടിപ്ലൈഡ് ആയി വരും. ഒരിക്കലും അത് ഒരു സ്ഥായി സ്ഥിതിയിലല്ല, അത് വർദ്ധിച്ചു വരുന്നതായ അനുഭവമാണ് ദൈവത്തിൻ്റെ വചനം തെളിയിക്കുന്ന അനുഭവം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തന്നെ റിലീസ് ചെയ്ത് വിടണം. മാത്രമല്ല നമ്മൾ തന്നെ റിലീസ് ചെയ്ത് വിടുന്നതിനേക്കാൾ അപ്പുറമായി മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുവാനൊക്കെ ഉള്ള ഒരു ഡെപ്പോസിറ്റ്, ഒരു അധികാരം, ഒരു ഉള്ളിൽ ക്രിസ്തുവിൻ്റെതായ ജീവജലത്തിൻ്റെ നദി നമ്മുടെ ജീവിതത്തിൽ ഒഴുകുന്നുണ്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ആദ്യ ദിവസം മുതൽ ഇന്ന് വരെയും സുവിശേഷത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ കൊണ്ടാണിത് നിങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നതിനെ പോകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് മെൻഷൻ ചെയ്തിരിക്കുന്നത് അവൻ പിന്നെയുള്ള അധ്യായങ്ങൾ കാണുവാൻ സാധിക്കുമ്പോൾ സുവിശേഷത്തിന് പങ്കാളികളാവുക എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഒരു നല്ല നിലമാണ് ഒരു മിനിസ്ട്രി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൗലോസിൻ്റെ ശുശ്രൂഷ അത് അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് അവർക്ക് പ്രയോജനപ്പെട്ടതാണെന്ന് മനസ്സിലാകുന്നതിനോടൊപ്പം പൗലോസ് കടന്നു പോകുന്ന എവിടെയാണോ, ഏത് ദേശത്താണോ ഉള്ളത്, ആ ദേശത്തിൽ അവനെ അനുഗ്രഹിക്കുമെന്ന ഗൗണം അവൻ തുനിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പൗലോസ് പിന്നീടുള്ള അധ്യായങ്ങൾ തെളിയിക്കുന്ന പ്രകാരമാണ് ആ സുവിശേഷത്തിന് എത്രമാത്രം പ്രതിഫലം എനിക്ക് ദൈവം നൽകുന്നുണ്ടോ, ഒരു സുവിശേഷം എന്ന പേരിൽ എനിക്ക് ദൈവം നൽകുന്നുണ്ടോ, അതിൻ്റെ ഒരു പങ്ക് എന്നെ സുവിശേഷം പറയുവാൻ തക്കവണ്ണം എന്നെ സപ്പോർട്ട് ചെയ്തതായ നിങ്ങൾക്കുള്ളതാണ് എന്നാണ് അവിടെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സുവിശേഷത്തിൽ നിങ്ങൾക്കുള്ള, അല്ലെങ്കിൽ സുവിശേഷ യാത്രയിൽ, അല്ലെങ്കിൽ എൻ്റെ യാത്രകളിൽ എന്നെ പേഴ്സണലായി സപ്പോർട്ട് ചെയ്തു, അങ്ങനെയൊന്നുമില്ല. സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് എത്രമാത്രം മിനിസ്റ്റർ ചെയ്യുന്നുണ്ടോ, എത്രമാത്രം ശുശ്രൂഷിക്കുന്നുണ്ടോ, എത്രമാത്രം ദൈവനാമത്തിന് വേണ്ടി പൗലോസ് പ്രയോജനപ്പെടുന്നുണ്ടോ, അതിൻ്റെ ഒരു പങ്ക്, അതിൻ്റെ കൂട്ടവകാശികളാണ്, അതിനാണ് അവർക്ക് കൂട്ടായ്മയുള്ളത്. ആ ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന നന്മകളിൽ നിന്നും അനുഗ്രഹങ്ങളിൽ നിന്നും പ്രതിഫലങ്ങളിൽ നിന്നുമാണ് അവർക്ക് പ്രയോജനമുള്ളത്. ശ്രദ്ധിക്കുക, ഒരു ദേവദാസനെയോ ഒരു ദേവദാസിയോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു അനുഭവത്തേക്കാൾ അപ്പുറമായി അവരിലൂടെ അവർ പ്രയോജനപ്പെടുന്ന, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അവരെത്രമാത്രം ശുശ്രൂഷിക്കുന്നുണ്ടോ അതിനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു മിനിസ്ട്രി നിങ്ങൾ ചിന്തിക്കുകയാണ് അത് പ്രയോജനപ്പെടുത്തില്ല, നിങ്ങൾക്ക് മാത്രമല്ല മറ്റൊരാൾക്കും പ്രയോജനപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതായ പണവും നിങ്ങൾ കൊടുക്കുന്നതായ അനുഭവങ്ങളും നന്മകളും ഒക്കെ അതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവികമായ അതിലൂടെ ഒരു കൂട്ടായ്മ, ആ സുവിശേഷത്തിൻ്റെ പ്രതിഫലത്തിൽ നിന്നൊരു കൂട്ടായ്മ നിങ്ങൾക്ക് പൂർണ്ണമായ അളവിൽ പ്രാപിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദൈവമക്കളും, എല്ലാ ദൈവദാസന്മാരും, പ്രത്യേകമായി ദൈവദാസന്മാരും, വേറെ നിൽക്കുന്ന വ്യക്തികളും അവർ പൂർണ്ണമായ ഉത്തരവാദിത്വബോധത്തോടുകൂടെ സുവിശേഷം പ്രസംഗിക്കുവാനും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം പ്രസംഗിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്താണ്, ഏത് ഫീൽഡിലാണ്, അത് കൃതജ്ഞതയോടെ ചെയ്യണമെന്ന് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അത് അങ്ങനെയെങ്കിൽ മാത്രമേ അവരെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ, അവരെ പണം കൊടുത്ത് സഹായിക്കുന്ന വ്യക്തികൾ അവർക്ക് ആ സുവിശേഷത്തിൻ്റെ പൂർണ്ണ പ്രയോജനത്തിൻ്റെ ഒരു പങ്ക് ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് പങ്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് ദൈവത്തിൻ്റെ വചനം തെളിയിക്കുന്നതായ കാര്യം, അല്ലെങ്കിൽ പൗലോസ് കൂട്ടിച്ചേർക്കുന്നതായ കാര്യം. 5-ാം അധ്യായം അതിൻ്റെ
6 വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു. നിങ്ങളിൽ സൽപ്രവൃത്തികൾ ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിന്റെ ദിവസം വരെ അത് തുടർന്ന് പൂർണ്ണമാക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. സുവിശേഷത്തിൽ കൂട്ടായ്മ കാണിക്കുക എന്ന് പറയുന്ന ഒരു അനുഭവത്തിൽ നിന്ന് മാത്രമല്ല, നിങ്ങളിൽ മുഴുവനായി നിങ്ങൾ സൽപ്രവൃത്തികളെ ആരംഭിച്ചൊരു വ്യക്തിയുണ്ട്. അവൻ ആ സർവ്വശക്തനായ ദൈവമുണ്ട്. അപ്പം നമ്മളെ മറ്റ് അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ, പൗലോസ് തന്നെ മെൻഷൻ ചെയ്തൊരു ഭാഗമുണ്ട്. നിങ്ങളെ ദൈവത്തിന്റെ സൽപ്രവൃത്തികൾക്കായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. പത്രോസ് അത് പറയുന്നൊരു അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ വിളിച്ചിരിക്കുന്നത് രാജകീയ പുരോഹിത വർഗ്ഗമായിട്ടാണ് എന്ന് പത്രോസ് പറയാനിടയായിത്തീർന്നത്. നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളിലൂടെ ഒരുപാട് ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതുണ്ട്. മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി ഇവിടെ പറഞ്ഞിരിക്കുന്ന പദം എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളിൽ സൽപ്രവൃത്തികളെ ആരംഭിച്ചവൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളിലൂടെ ഒഴുകുന്നതായ സൽപ്രവൃത്തികളുണ്ട്. അത് ആരംഭിച്ചത് സർവ്വശക്തനായ ദൈവമാണ്. ആ ദൈവം, ആമേൻ, എന്താണ് എഴുതിയിരിക്കുന്നത്, അത് അവന്റെ ദിവസം വരെ, യേശുക്രിസ്തുവിന്റെ ദിവസം വരെ അത് തുടർന്ന് പൂർണ്ണമാക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുന്നത്. മരണത്താൽ നമ്മൾ വേർപിരിയുന്നത് വരെ, അത് സംഘത്തിലെ കാലത്ത് 92 അധ്യായം 14 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, വാർദ്ധക്യ കാലത്തും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പച്ച പിടിച്ചു പുഷ്ടിവെച്ചും ഇരിക്കും എന്ന് എഴുതിയിരിക്കുന്നത്. അതും ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് സൽപ്രവൃത്തികൾ ആരംഭിച്ചവൻ ആത്മാവിന്റെ ഫലങ്ങൾ, അതുപോലെ തന്നെ ദൈവികമായിരിക്കുന്ന കൃപാവരങ്ങൾ, അനുഭവങ്ങളൊക്കെ ഏത് പ്രായത്തിലും അത് കർത്താവിന്റെ ദിവസം വരെ, കർത്താവ് പറയുന്ന ദിവസം വരെ, കർത്താവിനെ നമ്മളെ പ്രയോജനപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആ ദിവസം വരെ ദൈവം അത് ചെയ്യുവാൻ ശക്തനാണ്. നമ്മൾ നിന്നു കൊടുത്താൽ മതി. പൗലോസ് പറയുകയാണ്, ഒന്നും കൂടെ ആഴമേറിയ വെളിപ്പാടിൽ പൗലോസ് പറയുകയാണ്, അവൻ നിങ്ങൾ നല്ല പ്രവൃത്തികൾ ആരംഭിച്ചവൻ അത് അവസാന ദിവസം വരെ, ക്രിസ്തുവേശുവിന്റെ ദിവസം വരെ അത് തുടർന്നുകൊണ്ടിരിക്കും. മാത്രമല്ല, പൂർണ്ണമാക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മൾ ഇതിന്റെ മറ്റൊരു വശം, അല്ലെങ്കിൽ ഇതിന്റെ റിസീവിംഗ് പോയിന്റിൽ നിന്നുകൊണ്ട് ഒരു വിശ്വാസി എന്ന രീതിയിൽ, പൗലോസിന്റെ ലേഖനം വായിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഈ ജീവിതം ആർക്കും പ്രയോജനകരമല്ല എന്ന് എനിക്ക് പറയാനുള്ള അധികാരമില്ല. പ്രൈസ് ദി ലോർഡ്. എന്താണ് എഴുതിയിരിക്കുന്നത്, എന്നിൽ യേശുക്രിസ്തു രക്ഷിക്കപ്പെട്ട സമയത്ത്, എന്നെ രക്ഷിച്ച സമയത്ത് എന്നിൽ ഒരു സൽപ്രവൃത്തി കൂടെ ആരംഭിച്ചിട്ടുണ്ട്. അത് പൂർത്തിയാകണം, അത് നിവൃത്തിയാകണമെന്ന് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ അത് നിന്നുകൊടുക്കേണ്ട അനുഭവം, നിന്നുകൊടുക്കേണ്ടതായ കർത്തവ്യം അത് എന്നിൽ സംതൃപ്തമാണ്. പ്രൈസ് ദി ലോർഡ്. നിന്നുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം എന്നെ ഉപയോഗിക്കുക തന്നെ ചെയ്യും എന്നാണ് ഒരു റിസീവർ എന്നിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആരെങ്കിലും തങ്ങളുടെ ജീവിതത്തെ നോക്കി, ഇതെങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആയി നിൽക്കുന്നത് എന്തുകൊണ്ട്, എന്തുകൊണ്ട് ഞാൻ ഈ അവസ്ഥയിൽ നിൽക്കുന്നു, എൻ്റെ സാമ്പത്തിക വഴികൾ, എൻ്റെ ഭൗതിക മേഖലകൾ, എൻ്റെ ജീവിതത്തിലെ രോഗം, അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ, കടഭാരം, എൻ്റെ ജീവിതം അവസാനിക്കത്തക്കവണ്ണമുള്ള അവസരങ്ങളുണ്ടല്ലോ, ഇത്രയും എൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഇത്രയും വലിയ ഭാരം ഞാൻ എങ്ങനെ ചുമക്കും, എൻ്റെ ജീവിതം വേസ്റ്റ് ആയി പോയല്ലോ, ഞാൻ പഠിച്ചിട്ട് ജോലി ലഭിച്ചില്ലല്ലോ, എനിക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചില്ലല്ലോ, ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളുമായി നിരാശപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തികളോട് ദൈവത്തിന്റെ വചനം കൃത്യമായി സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ? നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചവനാണോ? നിങ്ങളിൽ ഒരു സൽപ്രവൃത്തി ദൈവം ആരംഭിച്ചിട്ടുണ്ട്. അതിന് തീർച്ചയായും അതിൻ്റെ എല്ലാ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ആശംസകളും. അപ്പോൾ ഒരു കൂലിക്കാരൻ, ജോലി ചെയ്തൊരു വ്യക്തി കൂലിക്ക് യോഗ്യനാണെന്ന് എഴുതിയിരിക്കുന്നത് പോലെ, ദൈവത്തിൻ്റെ സൽപ്രവൃത്തിയെ, നമ്മളിൽ ആരംഭിച്ച സൽപ്രവൃത്തിയെ നമ്മൾ നിന്നുകൊടുത്ത് അത് നിവൃത്തിയാക്കുവാൻ അനുവദിച്ചിരുന്നെങ്കിൽ അതിൻ്റെ എല്ലാ പ്രതിഫലങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുവാൻ ഇടയായിത്തീരും എന്നതാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്ന സത്യം. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ അന്ത്യത്തോളം അവൻ നിലനിർത്തും എന്ന് ഉറപ്പുണ്ട്. പൗലോസ് പറയുകയാണ്, എന്നിൽ ചില പ്രവൃത്തികളെ ആരംഭിച്ചവൻ അത് അവസാനം വരെ എന്നെ നിലനിർത്തും എന്ന് പറയുന്ന അതവരുടെ കോൺഫിഡൻസ് ആണ്, അവരുടെ ഉറപ്പാണ്. അതുപോലെ ഒരു ഉറപ്പും ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മുടെ ജീവിതം ആരുടെയും ജീവിതം വേസ്റ്റ് അല്ല, ഒരു വ്യക്തിയുടെ ജീവിതം പോലും വേസ്റ്റ് അല്ല. ലോകത്തിലുള്ള എത്ര കമ്പനികൾ നിങ്ങളെ റിജക്ട് ചെയ്തെന്ന് പറഞ്ഞാലും, നിങ്ങളെ ലേ ഓഫ് ചെയ്തെന്ന് പറഞ്ഞാലും, നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും, ഒരേ ഒരു രാജ്യത്തും ഒരേ ഒരു ജോബ്, ഒരേ ഒരു അനുഭവം, ഒരേ ഒരു വ്യക്തി
ആമേൻ. ആമേൻ. നിങ്ങളെ ഒരിക്കലും റിജക്റ്റ് ചെയ്യുകയില്ല. നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ അവൻ്റെ സൽപ്രവൃത്തികൾ, അവൻ നമ്മളിൽ ആരംഭിച്ചതായ പ്രവൃത്തി നമ്മൾ നിവർത്തിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആമേൻ, ആമേൻ, അത് നമ്മൾ നിവർത്തിക്കുവാൻ വേണ്ടി നമ്മൾ നിന്നുകൊടുക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കാണുകയും ചെയ്യും. നമ്മൾ പ്രയോജനപ്പെടുന്നത് നമ്മൾ ഇവിടം വരെ എങ്ങനെ എത്തി എന്ന് ചിന്തിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയും ചെയ്യും. അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ നിൽക്കുന്നില്ല, മുന്നോട്ട് പോട്ടെ. പ്രൈസ് ദി ലോർഡ്. പിന്നെയും 7-ാം വാക്യത്തിൽ എടുത്തു പറയുകയാണ്, കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിൻ്റെ സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളെല്ലാവരെയും കുറിച്ച് ഇങ്ങനെ വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ എന്ന് പറയുന്ന അനുഭവം. അവിടെ പറഞ്ഞിരിക്കുന്ന അനുഭവം ഉണ്ടല്ലോ, കൂട്ടായികൾ എന്ന് പറയുന്ന അനുഭവം. ഞാനത് ആ അധ്യായം എടുത്ത് പെട്ടെന്ന് കാണിച്ചു തരാം. 4-ാം അധ്യായത്തിലാണ് അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ പൗലോസ് പറയുന്നത്. നിങ്ങൾ എന്നെക്കുറിച്ച് വീണ്ടും കരുതുവാൻ തുടങ്ങിയിരിക്കുന്നതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പ് തന്നെ നിങ്ങൾ കരുതലുണ്ടായിരുന്നു, എന്നാൽ നിങ്ങൾക്ക് അവസരം ലഭിച്ചിരുന്നില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ സംതൃപ്തനായിരിക്കുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഐ മീൻ, അതിൻ്റെ അടുത്ത വാക്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ 17-ാമത്തെ വാക്യം, ഞാൻ ദാനം ആഗ്രഹിക്കുന്നുവെന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് വർദ്ധിക്കുന്ന ഫലമത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ മീൻ, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യപൂർണമായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രോത്തോസിന്റെ കയ്യാൽ ഞാൻ സ്വീകരിച്ച് തൃപ്തനായിരിക്കുന്നു. എൻ്റെ ദൈവവും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ മഹത്വത്തോടെ നിറവേറ്റിത്തരും എന്ന് പറയുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൗലോസ് പറയുന്നത് ആ 1-ാം അധ്യായത്തിൽ എഴുതിയതിൻ്റെ എക്സ്പ്ലനേഷനാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഐ മീൻ, അവൻ പൗലോസ് തന്നെ സപ്പോർട്ട് ചെയ്തതായ വ്യക്തികളെ തനിക്ക് പാർട്ട്ണർമാരായി തീർന്ന, പാർട്ട്ണർ എന്നാണ് എഴുതിയിരിക്കുന്നത് അവിടുത്തെ ഭാഗം, കൂട്ടാളികൾ സുവിശേഷത്തിൻ്റെ ഐ മീൻ കൂട്ടായ്മ കൊണ്ട് കൂട്ടാളികളായി തീർന്നവരെ കുറിച്ചാണ്, പാർട്ട്നേഴ്സ് ആയി തീർന്നവരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഐ മീൻ, ഒരിക്കലും ദശാംശം എന്ന് പറയുന്നതായ ഒരു കോൺസെപ്റ്റിനേക്കാൾ അപ്പുറമായിട്ട് അവൻ ഒരു 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 ചാരിറ്റി ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അനുഭവത്തേക്കാൾ അപ്പുറമായിട്ട് സുവിശേഷത്തിന് നമ്മൾ കൂട്ടാളികളായി തീരണം, കൂട്ടായ്മ കാണിക്കുന്നവരായി തീരണം എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു മനസ്സ് ഞാൻ സ്ഥിരമായി ഒരു അനുഭവം ഐ മീൻ ദൈവമക്കൾക്ക് അല്ലെങ്കിൽ ഇന്ന മിനിസ്ട്രിക്ക്, ഇന്ന വ്യക്തികൾക്ക് ഞാൻ അയച്ചു കൊടുക്കും, അവരെ സപ്പോർട്ട് ചെയ്യും എന്ന് ദൈവത്തിന് ആത്മാവ് പറയുന്ന നിങ്ങളെ സപ്പോർട്ട് നിങ്ങളെ ബലപ്പെടുത്തുകയും നിങ്ങളതിനെ ഉദ്യമിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അവൻ ഈ പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യം. പൗലോസ് പറയുന്നത് എന്താണ്? എനിക്ക് പലപ്പോഴായി നിങ്ങൾ അയച്ചു തന്നതായ നന്മകൾ ഞാനത് സ്വീകരിച്ചു, അത് സുവിശേഷത്തിനായി ഉപയോഗിച്ചു, അത് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ എപ്പഫ്രോത്തോസിൻ്റെ കയ്യാൽ അയച്ചു തന്നതായ ഈ നന്മയും ഞാൻ അനുഭവിക്കുകയും അതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിന് നന്ദി പറയുകയും അത് പ്രയോജനപ്പെടുത്തുകയും സുവിശേഷ വേലയ്ക്കായിട്ട് തന്നെ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഐ മീൻ അതിൻ്റെ അനുഗ്രഹം എന്താണ് പറയുന്നത്? ഒരിക്കലും ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, എന്നാൽ നിങ്ങളുടെ കണക്കിലേക്ക് വർദ്ധിക്കുന്ന ഫലം അത്ര ആഗ്രഹിക്കുന്നു. അതായത് ഇങ്ങനെയുള്ളതായ സപ്പോർട്ട് ചെയ്യുമ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് ഐ മീൻ ഒരു മിനിസ്ട്രിയെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസന്മാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ഐ മീൻ അതിൻ്റെതായ പ്രതിഫലം അത് കണക്കിലേക്ക് വർദ്ധിക്കുന്ന ഫലമാണ് പൗലോസ് ആഗ്രഹിച്ചത്, അതുപോലെ തന്നെ ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അനുഭവം 19-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? എൻ്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ മഹത്വത്തോടെ നിറവേറ്റി തരും എന്ന് പറയുന്നത് ഇതൊരു കണ്ടീഷനിലാണ്. ഐ മീൻ ദൈവദാസന്മാരെ, ഐ മീൻ ദൈവമക്കളെ, മിനിസ്ട്രിയെ, സുവിശേഷത്തെ, അതിൽ ദൈവദാസന്മാരെ മിനിസ്ട്രിയെ എന്നുള്ള പറയുന്നതിനേക്കാളൊക്കെ സുവിശേഷത്തെ സപ്പോർട്ട് ചെയ്യുന്നതായ പൗലോസിനെ വ്യക്തിപരമായിട്ടാണ് സപ്പോർട്ട് ചെയ്തത്. പക്ഷേ അവൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൗലോസ് എന്ന് റെക്കഗ്നൈസ് ചെയ്ത് എങ്ങനെയാണ്? സുവിശേഷത്തിന് കൂട്ടാളികളായി തീർന്നതായ, പാർട്ട്നേഴ്സ് ആയി തീർന്നതായ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഈ അനുഗ്രഹങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാവർക്കും യോഗ്യതയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ദൈവം അതിനുള്ള കൃപ തരട്ടെ. ദൈവം കൃപാലുവാണ്, ദൈവം അനുഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നതായ പ്രത്യേകമായ അനുഗ്രഹം അത് ഐ മീൻ തീർച്ചയായും അതിൻ്റെ പൂർണ്ണ അളവിൽ എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ പല മിനിസ്ട്രികൾക്കും പല ദേവദാസന്മാർക്കും നമ്മൾ ഐ മീൻ ഒരു പാർട്ട്ണറായി തീർന്ന് അവരുടെ സുവിശേഷത്തിന് കൂട്ടാളികളായി തീരുന്ന
അവരുടെ എല്ലാ എക്സ്പെൻസിൽ കൂട്ടാളികളായി തീരുന്ന വ്യക്തികളായി തീരണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം അതിനായി സഹായിക്കട്ടെ. ആമേൻ. ആം, ഫിലിപ്പിയ ലേഖനം തന്നെ ഇതിന്റെ 9 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സർവ്വവിവേകത്തിലും വർദ്ധിച്ചു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഉത്തമമായത് വിവേചിച്ചറിയുവാനും ക്രിസ്തുവിന്റെ ദിവസത്തോളം ആത്മാർത്ഥതയോടും നിർമ്മലതയോടും കൂടെ ഇരിക്കേണ്ടത് തന്നെ എന്ന് എഴുതിയിരിക്കുന്ന അനുഭവമുണ്ട്. ആമേൻ. ഇവിടെ എഴുതിയിരിക്കുന്ന അനുഭവം നോക്കുക. സ്നേഹം, നിങ്ങളിൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം അത് പരിജ്ഞാനത്തിലും സർവ്വവിവേകത്തിലും വർദ്ധിച്ചു വരുമെന്നൊക്കെ ഇടയായിത്തീരണമെന്ന് പറയുന്ന അനുഭവമുണ്ട്. അത് എക്സ്പ്ലനേഷൻ അടുത്ത അധ്യായങ്ങളിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ അടുത്തൊരു വാക്യത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്ന ചില പദങ്ങളുണ്ട്. നിങ്ങൾ അങ്ങനെ ഉത്തമമായത് വിവേചിച്ചറിയുവാനും ക്രിസ്തുവിന്റെ ദിവസത്തോളം ആത്മാർത്ഥതയോടും നിർമ്മതയോടെ ഇരിക്കേണ്ടത് എന്ന് പറയുന്ന അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ഉത്തമമായത് വിവേചിച്ചറിയുക എന്ന് പറയുന്ന ഒരു പദം, ഒരു അനുഭവം നമുക്ക് എഹെസ്കേലിന്റെ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. എഹെസ്കേലിന്റെ പുസ്തകം അതിന്റെ 44 അധ്യായം അതിന്റെ 23 വാക്യം ഇപ്രകാരം വായിക്കും. ദൈവദാസന്മാരെ കുറിച്ചാണ്, ദൈവമക്കളെ കുറിച്ചാണ് അല്ലെങ്കിൽ കർത്തദാസന്മാരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവർ വിശുദ്ധമായതും സാമാന്യതമായതും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ജനത്തിനെ ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും വിവേചിപ്പാൻ അവരെ പഠിപ്പിക്കണം എന്ന് പറയുന്ന അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഒരു നിയമത്തിന്റെ ഒരു നിയമമായി ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളപ്പുറമായിട്ട് അവർ തന്നെ ഇതിൽ ഉത്തമമായത് ഏതാണ്, സാമാന്യമായത് ഏതാണ്, വിശുദ്ധമായത് ഏതാണ്, സാമാന്യമായത് ഏതാണ്, വില കുറഞ്ഞത് ഏതാണ്, വിലയുള്ളത് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും വിലമതിപ്പായതുമായ കാര്യം എന്താണ്, ശ്രദ്ധിക്കേണ്ടാത്തതും അതിനെ നിസാരമായി വൽക്കരിക്കേണ്ടതുമായ കാര്യം എന്താണ് എന്ന കൃത്യമായൊരു ധാരണ വിശ്വാസികൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർ ഓരോ സാഹചര്യത്തിൽ അത് വിവേചിച്ചറിയുമെന്നൊക്കെയുള്ള പക്വതയും പരിജ്ഞാനം ഉണ്ടാക്കിയെടുക്കുകയാണ് കർത്തദാസന്മാരുടെ കടമ എന്നാണ് ഈ 23 എഹെസ്കേലിന്റെ പുസ്തകം 44 അധ്യായം അതിന്റെ 23 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഉത്തമമായത് വിവേചിച്ചറിയുവാൻ വ്യക്തിപരമായ ഒരു കഴിവ് വിശ്വാസികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഇത് തെറ്റാണ്, അത് ശരിയാണ്, ഇത് തെറ്റാണ് എന്നൊരു രീതിയിൽ പറഞ്ഞു പോകാതെ അവർക്ക് കർത്തദാസന്മാർക്ക് ഉള്ളതായ ആ ചിന്താഗതികൾക്കനുസരിച്ച്, ഓരോരോ ചിന്താഗതികൾക്കനുസരിച്ച് വിശ്വാസികളെ കൊണ്ടുപോകാതെ വളരെ പക്വതയോടുകൂടെ തന്നെ അവർ തന്നെ തീരുമാനിക്കട്ടെ. പൗലോസിൻ്റെതായ ആറ്റിറ്റ്യൂഡ് അടുത്ത ദിവസം അടുത്ത അധ്യായങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ദൈവത്തിന്റെ വെളിപ്പാട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് കൃത്യമായി ചോദിക്കുക, ഇതേ വെളിപ്പാടാണോ ഞാൻ പക്വതയായി പ്രാപിക്കേണ്ടത് അല്ലെങ്കിൽ പിടിച്ചു നിൽക്കേണ്ടത്? അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങൾക്കത് തെളിയിച്ചു തരും എന്ന് പറയുന്ന അനുഭവമുണ്ട്. അവിടെ ഒരു ചാൻസ് ആണ്. എൻ്റെ ആടുകൾ ഇങ്ങനെ നടക്കാവൂ, എൻ്റെ ആടുകൾ ഇങ്ങനെ ചെയ്യാവൂ എന്നുള്ളതായ ഒരു അനുഭവത്തിൽ നിന്ന് മാറി നിങ്ങൾ തന്നെ തിരിച്ചറിയുക. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഉത്തമമായതും സാമാന്യമായതും ഒക്കെ തിരിച്ചറിയുവാൻ കഴിയുന്നത്? നിർമ്മലമായതും മലിനമായതും നിങ്ങൾ എങ്ങനെ തിരിച്ചറിയണമെന്ന് നിങ്ങളെങ്ങനെ പഠിച്ചുവോ അതിനനുസരിച്ച് നിങ്ങളെ ജീവിക്കുമെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നു എന്നൊക്കെ പറയുവാനൊക്കെ ഉള്ളതായ ഒരു അനുഭവമാണ് പൗലോസ് കാണിക്കുന്നതും അതുപോലെ തന്നെ എഹെസ്കേലിന്റെ പുസ്തകം 44 അധ്യായം 23 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മുന്നോട്ട് പോകാം. അങ്ങനെ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ദിവസത്തോളം അങ്ങനെ ആത്മാർത്ഥതയോടും നിർമ്മലതയോടും കൂടെ ഇരിക്കേണ്ടത്, അത് പറയുന്നത് നിഷ്കളങ്കതയോടുകൂടെ ഇരിക്കണം എന്ന് പറയുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഇതിനോട് കൂടെ ചേർക്കാനുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശു ക്രിസ്തുവിനാൽ നീതിയുടെ ഫലം നിറഞ്ഞവരുമായി തീരണം എന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കണം. അതാണ് 11 മുതൽ 11 വാക്യം വരെയുള്ളതായ ഭാഗം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശു ക്രിസ്തുവിനാൽ നീതിയുടെ ഫലം നിറഞ്ഞവരുമായിരിക്കണം എന്ന് പറയുന്ന പ്രൈസ് ദി ലോർഡ്. ഇത് ഇങ്ങനൊരു വചനം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവർ പറയും, അവൻ്റെ നീതിയുടെ ഫലം വേണം അല്ലെങ്കിൽ നീതിയുടെ പ്രവൃത്തികൾ വേണം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് വരും. ഒരിക്കലും നീതിയുടെ ഒരു പ്രവൃത്തി ചെയ്യണമെന്നല്ല പറയുന്നത്. നമ്മൾ പ്രവൃത്തികളാൽ ഒരിക്കലും നീതീകരിക്കപ്പെടുന്ന വ്യക്തിയല്ല. രക്ഷിക്കപ്പെട്ട ശേഷവും നമ്മൾ നീതി പ്രവൃത്തികൾ ചെയ്തതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു നന്മ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു അനുഗ്രഹം ലഭിക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ രക്ഷിക്കപ്പെടും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കൃത്യമായി ആ വിഷയങ്ങൾ ഇവിടെ ഈ അധ്യായത്തിൽ ഈ പുസ്തകത്തിൽ അവലോകനം ചെയ്യുന്നുണ്ട്. നോക്കുക, ഫിലിപ്പിയ ലേഖനം അതിന്റെ 3 അധ്യായത്തിലേക്ക് വരെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു.
2-ാം വാക്യം, നായ്ക്കളെ സൂക്ഷിപ്പിൻ, തിന്മ പ്രവർത്തിക്കുന്നവരെ സൂക്ഷിപ്പിൻ, മാംസവിച്ഛേദനക്കാരെ മാംസവിച്ഛേദനം നടത്തുന്നവരെ സൂക്ഷിപ്പിൻ. അതായത് അതിന്റെ പരിച്ഛേദന നടത്തിയാൽ മാത്രമേ രക്ഷ പൂർണ്ണമാകുകയുള്ളൂ എന്ന് പറയുന്നവരെ സൂക്ഷിക്കണമെന്നാണ് അവിടെ കൃത്യമായി എഴുതിയിരിക്കുന്നത്. എന്തെന്നാൽ നാം ആകുന്നു പരിച്ഛേദനക്കാർ, ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ തന്നെ എന്ന് പറയുന്നതാണ് ഇപ്പോൾ. പ്രൈസ് ദി ലോർഡ്. അത് വളരെ വളരെ ആഴമേറിയ ഒരു ബന്ധമാണ്. ഞാനത് വളരെ പണ്ട് ഏകദേശം ഒരു 2 വർഷം മുമ്പേ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ദൈവം അത് കാണുമെന്ന് നിങ്ങളെ ഇടയാക്കട്ടെ. അങ്ങനെ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഫിലിപ്പിയ ലേഖനം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ബാക്കിയായി ചർച്ച ചെയ്യുമ്പോൾ നമ്മളതിനെ കൂടുതൽ ആഴമായി തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. അങ്ങനെ ഇവിടം വരെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പൗലോസ് പറഞ്ഞു വെക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടം മുതൽ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത പാരഗ്രാഫ് എന്ന രീതിയിൽ പൗലോസ് കടക്കുകയാണ്. സഹോദരന്മാരെ, എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നത് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കും. ഇവിടെ മുതൽ അങ്ങോട്ട് ഓരോ വിശ്വാസികൾക്കും വേണ്ട അല്ലെങ്കിൽ തനിക്ക് ഉള്ളതായ ആറ്റിറ്റ്യൂഡുകളെ, സ്വഭാവശ്രേഷ്ഠതയെ, മുകളിൽ പറഞ്ഞതുപോലെ നീതിയുടെ ഫലത്തെ, ഞാൻ ഓൾറെഡി നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി എന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന പോലെ നീതിയുടെ ഫലം പുറപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ നീതിയുടെ ഫലം ഏതറ്റം വരെയുള്ള ഏത് സാഹചര്യത്തിലൂടെ എല്ലാം പുറത്തു വരുവാൻ കഴിയും, എനിക്ക് പ്രദർശിപ്പിക്കുവാൻ കഴിയും എന്നാണ് പൗലോസ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത്, തന്നെ കൊണ്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുകയാണ്. അങ്ങനെ അതിന്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 15-ാമത്തെ വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നിങ്ങൾ നിഷ്കളങ്കരും നിരപരാധികളും ദൈവത്തിന്റെ കുറ്റമില്ലാത്ത മക്കളുമായി വക്രതയും വഷളതവും നിറഞ്ഞ തലമുറയുടെ നടുവിൽ വെളിച്ചമായി ലോകത്തിന് പ്രകാശമായിരിക്കട്ടെ എന്ന് പറയുന്ന ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ 19-ാമത്തെ വാക്യം 1-ാം അധ്യായത്തിന്റെ ഫിലിപ്പിയ ലേഖനം തന്നെ 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയാലും ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് രക്ഷയ്ക്ക് കാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്ന അനുഭവമുണ്ട്. അപ്പോൾ ഇവിടെ ഈ പദം എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് രക്ഷയ്ക്ക് കാരണമായി തീരും എന്ന് പറയുന്ന അനുഭവം ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ അതിന് താഴേക്കുള്ള വാക്യങ്ങളിലും നമുക്ക് രക്ഷയുടേതായ അനുഭവത്തെ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കണം എന്ന് പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ടും അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രക്ഷയ്ക്ക് കാരണമായി തീരുമെന്ന് പറയുന്ന ഒരു അനുഭവത്തിലൂടെ ഈ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് തെളിയിച്ച് കാണിക്കുന്നത് ഒരിക്കലും ഇനിയൊരു രക്ഷിക്കപ്പെടലുണ്ട് എന്ന് പറയുന്ന ഒരു അനുഭവമല്ല. ഓൾറെഡി നമ്മൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ആ രക്ഷയുടെ ഫലം, നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാൻ? എന്ത് വ്യത്യസ്തതയാണ് നിങ്ങൾക്കും സാധാരണക്കാർക്കും തമ്മിലുള്ളത് എന്ന് കാണിക്കേണ്ടതിന് ആ ദിവസത്തിൽ നിങ്ങൾക്ക് ആ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതായ ഓരോ പ്രവൃത്തികളും അത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് തെളിയിക്കുന്നതായ ഒരു അനുഭവം വേണം. അത് തെളിയിക്കണം, അത് വെളിപ്പെടുത്തണം എന്നാണ് പൗലോസ് ആ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ നീതിയുടെ ഫലം നിറഞ്ഞവരായിത്തീരണം, അങ്ങനെ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണം എന്ന് പറയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ആറ്റിറ്റ്യൂഡ് 1-ാം അധ്യായത്തിന്റെ 12 മുതലായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ചിലർ പൗലോസ് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അനുഭവത്തിൽ ചിലർ അസൂയയോടും കലഹത്തോടും മറ്റു ചിലർ സന്മനസ്സോടും കൂടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറയുന്ന അനുഭവം പ്രൈസ് ദി ലോർഡ് ഉണ്ട്. ഈ ലേഖനം എഴുതുന്ന സമയത്ത് പൗലോസ് ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്, കാരാഗ്രഹത്തിലാണ് എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. പക്ഷെ ആയിരിക്കുമ്പോഴും ചിലർ ഈ പൗലോസിന്റെ ഈ അനുഭവത്തെ അസൂയയോടും കലഹത്തോടും കൂടെയാണ് പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ചിലർ സന്മനസ്സോടുകൂടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറയുന്ന അനുഭവമുണ്ട്. എങ്കിലും പൗലോസ് ഈ വിഷയത്തെ അല്ലെങ്കിൽ പ്രതികൂലമായി സംസാരിക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ അവരോടുള്ളതായ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നാണ് അടുത്ത വാക്യങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. ചിലർ നിർമ്മലമായ ഉദ്ദേശത്തോടു കൂടെയല്ല, സ്വാർത്ഥമായ ലക്ഷ്യത്തോടു കൂടെയാണ് ക്രിസ്തുവിനെ പ്രശംസിക്കുന്നത്. പിന്നെന്ത് നാട്യമായാലും യഥാർത്ഥമായിട്ടായാലും ഏത് വിധവനെയായിരുന്നാലും ക്രിസ്തുവിനെയാണല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും എന്ന് പറയുന്ന അനുഭവം.
തന്നെ ആറ്റിറ്റ്യൂഡ് നോക്കുക. അവൻ ഒരു ഒരു കർത്തൃദാസനോ ഒരു ഒരു സഭയോ ഒരു ഒരു ചർച്ചോ ഒരു മിനിസ്ട്രിയോ അവൻ ഏത് തരത്തിലാണോ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർ ക്രിസ്തുവിനെ ആണല്ലോ പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ പ്രസംഗത്തിൽ മുഴുവൻ മറ്റുള്ള പാസ്റ്റർമാരെ കുറിച്ചുള്ള വെറുപ്പോ മറ്റുള്ള ദേവദാസന്മാരെ കുറിച്ചുള്ള എതിർപ്പോ അവർ കാരാഗൃഹത്തിലാവാൻ കാരണം ഇതാണെന്നും കുറ്റവും കുന്നായ്മയും ഒക്കെയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നതെങ്കിലോ അവർ യേശുവിനെ ഉൾപ്പെടുത്തി അവിടെ ദൈവത്തിന്റെ സുവിശേഷം പറയുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വചനത്തെ മാത്രം കൈക്കൊണ്ടാൽ മതി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് പൗലോസിനുള്ളത്. അടുത്ത അടുത്ത ഒരു വാക്യം വീണ്ടും ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഞാൻ അതിൽ സന്തോഷിക്കും, ഇനിയും സന്തോഷിക്കും എന്ന് പറയുന്ന അനുഭവം. നിങ്ങളുടെ പ്രാർത്ഥനയാലും ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് രക്ഷയ്ക്ക് കാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്നത്. അതായത് എൻ്റെ രക്ഷയുടെയായ ആ ആ നാട്യമായിട്ടല്ല, പക്ഷെ രക്ഷയുടെ ഫലം എന്ന് പറയുന്നതായ നീതിയുടെ ഫലം എന്നെ നീതീകരിച്ചത് യേശുക്രിസ്തുവാണ്. ആ നീതിയുടെ ഫലമായത് വെളിപ്പെടേണ്ടതിന് എനിക്ക് ആരോടും ഒരു സ്വാർത്ഥതയോ ഒരു നീരസമോ ഒരു സങ്കടമോ ആരും എന്ത് കുറ്റപ്പെടുത്തിയാലും അതൊന്നും ഞാൻ വകവയ്ക്കുകയോ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അവരോട് എനിക്കൊരു വെറുപ്പോ ഒരു ദുഷ്ടതയോ ഒന്നുമില്ല. ഒരു പൊളിറ്റിക്സും അവരിനി എന്ത് പൊളിറ്റിക്സ് കളിച്ചെന്ന് പറഞ്ഞാലും അതിനകത്തൊന്നും ഞാൻ ഭാരപ്പെടുകയില്ല, വിഷമിക്കുകയില്ല എന്ന് എൻ്റെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ആ നീതിയുടെ ആ രക്ഷയുടെ ഫലമായിട്ട് തന്നെ അത് വെളിപ്പെട്ട് വരണം. വെളിപ്പെടുവാൻ ഇടയായിത്തീരും എന്ന് പൗലോസ് അതിനെക്കുറിച്ച് പറയുകയാണ്. ആമേൻ. അതിൻ്റെ അടുത്ത വാക്യങ്ങൾ പ്രകാരം എഴുതിയിരിക്കുന്നു. അങ്ങനെ ഞാൻ ഒന്നിനും ലജ്ജിച്ചു പോകുകയില്ലെന്നും പൂർണ്ണ ധൈര്യത്തോടുകൂടെ ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവനിലോ മരണത്തിലോ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്നും ഞാൻ പ്രത്യാശിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതായ അനുഭവം നമ്മുടെ ജീവിതത്തിലും പൗലോസ് പറയുകയാണ്. എൻ്റെ ജീവിതത്തിലൂടെ സമസ്ത മേഖലയിലൂടെ ദൈവത്തിന് നാമം മഹത്വീകരിക്കപ്പെടണം. ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് അവൻ്റെ നാമം നമ്മൾ ജീവിതത്തിലൂടെ മഹത്വീകരിക്കപ്പെടണമെന്നാണ്. അതാണ് ആദ്യത്തെ ഭാഗങ്ങളിൽ നമ്മൾ വായിച്ചത്. നമ്മൾ സൽപ്രവൃത്തികളെ ആരംഭിച്ച് അത് നിവർത്തിക്കുവാൻ ശക്തനാണ്. നിന്ന് കൊടുത്താൽ മതി, ദൈവത്തിന്റെ നാമം നമ്മുടെ ജീവിതത്തിലൂടെ മഹത്വീകരിക്കും എന്ന് പറയുന്ന അനുഭവം. അതിന് 21-ാമത്തെ വാക്യം കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതായ ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് പറയുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. നോക്കുക, പൗലോസോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് കഴിഞ്ഞു. ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിനോട് കൂടി ആയിരിക്കും. ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനോട് കൂടെ തന്നെയാണ്. മാത്രമല്ല ജീവനോടായിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാണ്. മാത്രമല്ല ഇപ്പോഴെനിക്കൊരു റെസ്റ്റ് എടുക്കാൻ, ഞാൻ ക്രിസ്തുവിനോടായിരിക്കും, ഞാൻ പൂർണ്ണമായ റെസ്റ്റിലാണ്. ഒരിക്കലും നിങ്ങളുമായി ഇതുപോലെ സംസാരിക്കുവാനോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നന്മകളെ അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെ റിലീസ് ചെയ്യുവാനോ നിങ്ങളുമായി വചനം സംസാരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറയുന്നൊരു അനുഭവമാണ് പൗലോസ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എങ്കിലും രണ്ടായിരുന്നാലും, ഞാൻ ഇവിടെ ഭൂമിയിൽ ജീവനോടായിരുന്നാലും മരിച്ച് യേശു ക്രിസ്തുവിനോട് കൂടെ ചേർന്നെന്ന് പറഞ്ഞാലും രണ്ടും എനിക്ക് ലാഭവും എനിക്ക് പ്രയോജനകരവുമാണ് എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം പറയുന്നു, ഞാൻ ഇനിയും ശരീരത്തിൽ ജീവിക്കുന്നുവെങ്കിൽ അത് ഫലപ്രദമായ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഏത് തിരഞ്ഞെടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു. വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്തെന്നാൽ അതാകുന്നു ഏറെ നല്ലത് എന്ന് പറയുന്നത്. ഒരു എറ്റേണൽ റെസ്റ്റിലേക്ക്. കാരണം ഇപ്പോഴേ ഞാൻ റെസ്റ്റിലാണ്, ഞാൻ ക്രിസ്തുവിലാണ് ഇപ്പോഴേ. പക്ഷേ ഞാൻ ശരീരത്തിൽ നിന്ന് വേർപെട്ട് ക്രിസ്തുവുമായി പൂർണ്ണമായ രീതിയിൽ ഞാൻ ആയിത്തീരുന്ന, അല്ലെങ്കിൽ ഞാൻ ഒന്നായിത്തീരുന്ന, അല്ലെങ്കിൽ ഞാൻ അവനിലേക്ക് ചേരുന്നതായ അനുഭവം എനിക്ക് വളരെ പ്രധാനപ്പെട്ടവും ഞാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യമാണ്. ഫിസിക്കലി അല്ലെങ്കിൽ തൻ്റെ കോൺഷ്യസോടുകൂടെ തനിക്ക് ആ സ്പിരിച്വൽ അനുഭവത്തിൽ യേശുവിനെ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതായ അനുഭവത്തിലേക്ക് എത്തിച്ചേരണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. പക്ഷേ എന്നാൽ ഞാൻ ശരീരത്തിലിരിക്കേണ്ടത് നിങ്ങൾ നിമിത്തം കൂടുതൽ ആവശ്യമാകുന്നു. അങ്ങനെ ബോധ്യമുള്ളതിനാൽ നിങ്ങളുടെ അഭിവൃദ്ധിക്കും വിശ്വാസത്താലുള്ള സന്തോഷത്തിനുമായി നിങ്ങളോട് എല്ലാവരോടും കൂടെ ജീവനോടിരിക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്നതിനർത്ഥം പൗലോസ് ആഗ്രഹിക്കുന്നുണ്ട് ജീവനോടിരുന്ന ഈ ജനങ്ങളെ സേവിക്കണം, കൂടുതൽ അവരെ ശുശ്രൂഷിക്കണമെന്ന്. മാത്രമല്ല അത് ദൈവത്തിന്റെ ആഗ്രഹമാണെന്ന് കൂടെ പൗലോസ് തിരിച്ചറിയുന്നു. ഞാൻ അറിയുന്നു, ഞാൻ ജീവനോടിരിക്കുമെന്ന് ഞാൻ അറിയുന്നു
എന്ന് പറയുന്നൊരു അനുഭവം. നമ്മുടെ ജീവിതത്തിലും ഒരിക്കലും ക്രിസ്തുവിനായി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ ക്രിസ്തുവിനായി കഴിഞ്ഞാൽ, ക്രിസ്തു നമ്മെ രക്ഷിക്കപ്പെട്ട് രക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണവുമായി നമുക്കൊരു ബന്ധവുമില്ല. മരിച്ചാലും മരിച്ചില്ലെങ്കിലും ജീവനോടിരുന്നാലും എല്ലാം ഒരുപോലെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, യേശുവിനാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച്. ദീർഘായുസ്സ് ദൈവം തരുന്നത് ആസ്വദിക്കുക, മുന്നേറുക എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ അതിനേക്കാൾ അത് വേണമോ വേണ്ടോ എന്ന് ചോയ്സ് എടുക്കാൻ പോലും നമുക്ക് അധികാരമുണ്ട്. പൗലോസിന് അധികാരമുള്ളതുപോലെ നമുക്ക് അധികാരമുണ്ടെന്നാണ് ഈ വചനം തെളിയിക്കുന്നത്. പക്ഷെ അത് ആസ്വദിക്കുക, ആ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിച്ചുകൊണ്ട് മുന്നേറുക എന്നതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായും അത് എൻജോയ് ചെയ്യണം. അല്ല, പെർസിക്യൂഷൻ നിമിത്തം, ഒരു പ്രതികൂല നിമിത്തം, പ്രതിസന്ധി നിമിത്തം നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതും നമുക്ക് ലാഭകരമാണ്. ക്രിസ്തുവിനോടുകൂടെ നാം ആയിരിക്കുമല്ലോ എന്നാണ് പൗലോസോട് പറയുന്നത്. ഇങ്ങനെ ബോധ്യമുള്ളതിനാൽ മാത്രമല്ല ഞാൻ ജീവനോടിരിക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്ന അനുഭവമാണ്. അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന അനുഭവമുണ്ട്. ഈ 1-ാം അധ്യായം തീർത്ത ശേഷം നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ഞാൻ നിങ്ങളെ വന്നു കണ്ടിട്ടോ ദൂരത്തായിരുന്ന നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിനാൽ നിലനിന്ന് ഏക മനസ്സോടുകൂടെ സുവിശേഷത്തിന് വിശ്വാസത്തിനായി പോരാടുന്നുവെന്ന് മനസ്സിലാക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാ വണ്ണം വിധം മാത്രം നടപ്പിൻ എന്ന് പറയുന്ന അനുഭവമുണ്ട്. നിങ്ങളുടെ എതിരാളികൾ ഒരു രീതിയിലും ഭയപ്പെടേണ്ടി വരികയില്ല. അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഇതൊരു അടയാളമാകും. ആ ദൈവത്തിൽ നിന്നുള്ളതാകുന്നു എന്ന് പറയുന്നതിന് നോക്കുക. ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങളുടെ രക്ഷയ്ക്ക്, നിങ്ങളുടെ ഡെലിവറൻസിന് അത് കാരണമായി തീരും. മുകളിലെ ഭാഗത്തിലും പൗലോസ് എഴുതി ആ രക്ഷ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന ഡെലിവറൻസ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനോട് കൂടെ കഷ്ടത അനുഭവിക്കുവാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നിങ്ങൾ എന്നിൽ കണ്ടതും ഇപ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ എന്ന് പറയുന്ന അനുഭവമുണ്ട്. ദേവദാസന്മാരുടെ അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അവർ പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അവർ അനുഭവ സാക്ഷ്യമൊക്കെ പറയുന്ന സമയത്ത് അവരെ തന്നെ വലിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയ പീഡനങ്ങളും പ്രയാസങ്ങളും അവർ വലുതാക്കി കാണിച്ചു. കാഴ്ചക്കാരായിരിക്കുന്ന ആരും അതിലൂടെ കടന്നു പോകുന്നില്ല. എൻ്റെ സാഹചര്യം, എൻ്റെ അനുഭവമാണ് ഏറ്റവും വലുത് എന്ന് പറയുന്ന അനുഭവം നമുക്ക് എല്ലാ ദേവദാസന്മാരുടെ ജീവിതത്തിലും കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ പൗലോസ് തൻ്റെ അവസ്ഥയെ വലുതാക്കി കാണിക്കാതെ പൗലോസ് പറയുകയാണ്, ഞാൻ ഇവിടെ അനുഭവിക്കുന്ന അതേ കഷ്ടപ്പാടുകളും പ്രതികൂലങ്ങളും നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ അവൻ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് പൗലോസ് പറയാനിടയായിട്ടുണ്ട്. അതാണ് ദൈവസന്നിധിയിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന താഴ്മ, മറ്റുള്ളവരോട് കാണിക്കുന്ന ബഹുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് ദൈവത്തിൻ്റെ ഒരു ക്വാളിഫിക്കേഷനാണ്. യേശു പറയുന്നത് പോലെ നിങ്ങളിൽ വലിയവനാകുവാൻ നിശ്ചയിക്കുന്നവനല്ല, നിങ്ങളുടെ ദാസനായി തീരണം എന്ന് പറയുന്ന അനുഭവമുണ്ട്. പൗലോസ് അതിനെക്കുറിച്ച് അടുത്ത അധ്യായങ്ങൾ എഴുതിയിരിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് വരും ദിവസങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ 1-ാം അധ്യായത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നതായ അനുഭവങ്ങളുണ്ടല്ലോ, മരിച്ച് ക്രിസ്തുവിനോടുകൂടായിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രയോജനകരമാണ്, ഞങ്ങൾക്ക് ലാഭമാണ്. പക്ഷേ ജീവനോടുകൂടെ ഇരുന്ന് മറ്റുള്ളവരെ ദൈവം ഞങ്ങളിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന നല്ല പ്രവൃത്തികൾ നിവൃത്തിയാക്കേണ്ടതോ അത് അത്യാവശ്യമാണ്. അതും അനുഗ്രഹമാണ്. അത് ഏതായിരുന്നാലും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോജനകരമാണ്. എങ്കിലും ദീർഘായുസ്സും അനുഗ്രഹങ്ങളും നൽകുന്ന വിധം എല്ലാവരും ആസ്വദിക്കാനുള്ള അവസരങ്ങളെ കൊണ്ടിരിക്കണമേ. രോഗസൗഖ്യം, വിടുതലും ഒക്കെ ഈ സമയത്ത് ഞങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കൽപ്പിച്ചാക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ ഉൾപ്പെടുന്നതിനായിട്ട് നിയപ്രകാരം ചെയ്യുന്നതിനാലും അത്ഭുതം പ്രവർത്തിക്കുന്നതിനാലും സ്തോത്രം. എങ്കിലും ദൈവദാസന്മാരെ കുറിച്ചും ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ചും ഞങ്ങൾക്ക് വേണ്ടതായ ആറ്റിറ്റ്യൂഡിനെ പറ്റി, ബിഹേവിയറിനെ പറ്റി എഴുതിയിരിക്കുന്ന മേഖലകൾ ഞങ്ങൾ വായിക്കുകയായിരുന്നു. ഞങ്ങളുടെ പ്രസംഗത്തിൽ പകുതി മുക്കാൽ ഭാഗവും ഞങ്ങളുടെ സാക്ഷ്യം എന്ന രീതിയിൽ ഞങ്ങളെ ഉയർത്തി കാണിക്കുകയാണോ, അതോ മറ്റുള്ള ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നതിൻ്റെ പേരിൽ മറ്റുള്ള ദൈവദാസന്മാരെയും അനുഭവത്തിനെയും വിശ്വാസികളെയും കുറ്റപ്പെടുത്തുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ആ വിഷയത്തിൽ നിന്നല്ല ഞങ്ങൾ പുറത്തു വരുന്നവരായി തീരണം. ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും ഞങ്ങൾ അനുഭവിക്കുന്നവരായി തീരണം. ക്രിസ്തുയേശുവിൻ്റെ അതേ സ്വഭാവം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഞങ്ങളും അതേ ബിഹേവിയർ ഞങ്ങളുടെ ജീവിതത്തിലുള്ളവരായി തീരണം. ഞങ്ങൾ അങ്ങനെ ജാതികളിൽ അങ്ങേ ദൈവത്തെ പ്രശംസിക്കുന്നവരായി, പ്രകീർത്തിക്കുന്നവരായി, വെളിപ്പെടുത്തുന്നവരായി ലോകത്തിന് മുമ്പിൽ വെളിച്ചമായി തീരുവാൻ അവസരങ്ങളും ഉണ്ടാകണം. ഈ പ്രകാരം ചെയ്യുന്നതിനാലും വീര്യം പ്രവർത്തിക്കുന്നതിനാലും സ്തോത്രം. ഒരിക്കൽ കൂടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ നല്ല പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് നീയാണ് അത് അവരെ
അവരുടെ ജീവിതത്തെ അവസാനത്തോളം കൊണ്ടു നടന്ന് അവരുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ തക്കവണ്ണം ശക്തനാണ്. അങ്ങിൽ വിശ്വസിക്കുവാൻ എന്നെ വിളിച്ചവനെ ഞാൻ അറിയുന്നു എന്ന് പൗലോസ് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപയെ ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ ശക്തിയെ ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ വിളിയെ ഞാൻ തിരിച്ചറിയുന്നു എന്ന് പൗലോസും അപ്പോസ്തലന്മാരും പറയുന്നത് പോലെ കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ വിളിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറുവാൻ അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. പ്രാർത്ഥനയോട് ദൈവങ്ങളായി കരുത്തു വരുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപ തോന്നി കേൾക്കണം. നല്ല പിതാവേ, ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ്.